സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. പൂർണ്ണാനന്ദരസാനുഭൂതിസഹിതസ്മേരപ്രസന്നാനനം പൂർണേന്ദുപ്രഭമാത്മബോധനിലയം ശാന്തം നിരീഹം പരം നിത്യാനിത്യവിചാരസാരചതുരം നിർമ്മത്സരം പാവനം ശ്രീഭൂമാനന്ദമഹന്നതോസ്മി കലിതാനന്ദം പരം ശ്രേയസേ. സർവഭൂതാത്മഭൂതസ്ഥം സർവാധാരം സനാതനം സർവകാരണകർത്താരം നിദാനം പ്രകൃതേഃ പരം നിരാമയം നിരാഭാസം നിരവദ്യം നിരഞ്ജനം മനസാ ശിരസാ നിത്യം പ്രണമാമി രഘുത്തമം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ആഞ്ജനേയ സ്വാമിക്ക് ജയ. അഭിവന്ദ്യരായ സജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം. രാമായണ മാസാചരണത്തിൻ്റെ 2ാം ദിവസമായ ഇന്നത്തെ പാരായണ ഭാഗം ബാലകാണ്ഡത്തിൽ 377 വരി മുതൽ 798 വരി കൂടിയ ഭാഗമാണ്. ശ്രീരാമദേവൻ തന്നെ പരമശിവൻ ഉപദേശിച്ചു കൊടുത്ത രാമായണത്തെ പാർവതീദേവിയുടെ ആഗ്രഹമനുസരിച്ച് വിസ്തരിച്ച് ദേവിയോട് അരുളി ചെയ്യുന്നു. ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ് രാമായണ കഥാഖ്യാനം ചെയ്യുന്നത്. രാവണാദികളായ ദുഷ്ടരാക്ഷസന്മാരുടെ ദുഷ്കർമ്മങ്ങൾ കൊണ്ടുള്ള ഭാരം താങ്ങാനാവാതെ ഭൂമിദേവി ദേവന്മാരോടൊപ്പം സത്യലോകത്തെത്തി തങ്ങളുടെ സങ്കടം ബ്രഹ്മാവിനോട് ഉണർത്തിച്ചു. സമാധിയിലിരുന്ന ബ്രഹ്മദേവൻ ഉടൻ തന്നെ എല്ലാവരെയും കൂട്ടി പാലാഴി തീരത്തെത്തി ഭക്തി പരവശനായി പുരുഷ സൂക്തം കൊണ്ട് ശ്രീഹരിയെ സ്തുതിച്ചു. അന്നേരം 10,000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയരുന്നത് പോലെ സർവാലങ്കാര വിഭൂഷിതനായി തൃക്കൈകളിൽ ശംഖം ചക്രം ഗദ പങ്കജങ്ങളോടെ ശ്രീഹരി കിഴക്ക് ദിക്കിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴുണ്ടായ സന്തോഷാധിക്യത്താൽ ഇടറിയ കണ്ഠത്തോടെ ബ്രഹ്മദേവൻ സ്തുതിക്കാൻ തുടങ്ങി. നമ്മളെ ഭക്തിയുടെ നെറുകയിലേക്ക് എത്തിക്കുന്ന സ്തുതികളാണ് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ സന്ദർഭാനുസരണം വിളക്കി ചേർത്തിട്ടുള്ളത്. പ്രീതിപ്പെട്ടാൽ വരും വരായികൾ നോക്കാതെ എന്തു വരവും കൊടുക്കുന്ന ആളാണ് ബ്രഹ്മാവ്. ഈ വിഷമസ്ഥിതിയെ ദൂരീകരിക്കാൻ ശ്രീഹരി അല്ലാതെ മറ്റാരുമില്ല. അല്ലേ, പ്രകാശരൂപിയായ ഭഗവൻ സർവേന്ദ്രിയങ്ങളാൽ അവിടുത്തെ പാദപങ്കജങ്ങളിൽ അടിയൻ പ്രണമിക്കുന്നു. അവിടുത്തെ മായ പ്രകൃതി ഗുണങ്ങളാൽ വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. വേദശാസ്ത്ര പഠനങ്ങൾ കൊണ്ടോ തപസ്സുകൊണ്ടോ യജ്ഞദാനാദികൾ കൊണ്ടോ ലഭിക്കാത്ത മുക്തി അങ്ങയിലുള്ള അചഞ്ചലമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രം ലഭിക്കുന്നു. മരണസമയത്ത് അവിടുത്തെ പാദപങ്കജങ്ങളിലുള്ള ഭക്തി മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. ഇത് പറയുന്നത് ആരെന്നറിയാമോ? ആയുസ്സിന് പഞ്ഞമില്ലാത്ത ബ്രഹ്മാവ്. അല്പപ്രാണികളായ സംസാര രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മൾക്കുള്ള സിദ്ധൌഷധമാണ് ശ്രീഹരിയിലുള്ള അടിയുറച്ച ഭക്തി. ബ്രഹ്മസ്തുതിയിൽ സന്തുഷ്ടനായ ഭഗവാൻ ബ്രഹ്മാവിനോട് ചോദിച്ചു, എല്ലാവരും കൂടി ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഉടനെ ബ്രഹ്മദേവൻ തൻ്റെ സങ്കടം ഉണർത്തിച്ചു. ഭഗവൻ, മനുഷ്യർക്കൊഴിയെ മറ്റാർക്കും തന്നെ വധിക്കാനാവില്ല എന്ന വരം ഞാൻ പുലസ്ത്യപുത്രനായ വിശ്രവസൻ്റെ പുത്രൻ രാവണന് കൊടുത്തുപോയി. ആ വരബലത്താൽ രാക്ഷസ ചക്രവർത്തിയായ അവൻ ത്രൈലോക്യം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങ് തന്നെ മർത്യനായി പിറന്ന് രാവണനെ വധിച്ച് ലോകത്തെ രക്ഷിക്കണമേ. എതിരാളികളില്ലെന്ന് വന്നു കഴിഞ്ഞാൽ ദുഷ്ടബുദ്ധികൾ മതം മൂത്ത് എന്ത് ദുഷ്കർമ്മങ്ങളും ആചരിക്കും. അപ്പോൾ ദിഷ്ടശക്തി ഇടപെട്ട് ലോകത്തെയും ധർമ്മത്തെയും രക്ഷിക്കും. ഓണം വരാൻ ഒരു മൂലം വേണം എന്നതുപോലെ ഭഗവാൻ അരുളി ചെയ്തു. കശ്യപ മഹർഷി വളരെ കാലം തപസ് ചെയ്ത് എന്നെ പ്രീതിപ്പെടുത്തിയിരുന്നു. ഞാൻ അവരുടെ പുത്രനായി ജനിക്കാമെന്ന വരവും കൊടുക്കുകയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ ഭൂമിയിൽ ഉത്തര കോസല രാജ്യത്ത് രാജാവായി വാഴുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി കൗസല്യയിൽ സീമന്തപുത്രനായി ഞാൻ ജനിക്കും. അംശരൂപേണ എനിക്ക് 3 സഹോദരന്മാരും ഉണ്ടാകും. സീതയോടൊപ്പം നിങ്ങളുടെ കാര്യമെല്ലാം സാധിച്ചു തരാമെന്ന ഉറപ്പ് കൊടുത്ത് ഭഗവാൻ ശ്രീഹരി അവിടെ നിന്നും മറഞ്ഞു. ബ്രഹ്മാവ് ഭൂമിദേവിയെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ദേവന്മാരോട് നിർദ്ദേശിക്കുകയുണ്ടായി. അംശസ്വരൂപേണ നിങ്ങൾ വാനരന്മാരായി ഭൂമിയിൽ പിറക്കണം. മനുഷ്യനായി അവതരിക്കുന്ന മാധവന് സഹായികളായി നിങ്ങൾ പ്രവർത്തിക്കണം. എന്തുകൊണ്ടാണ് വാനരന്മാരായി പിറക്കണം എന്ന് പ്രത്യേകം ബ്രഹ്മാവ് നിർദ്ദേശിച്ചത്? ലങ്കാ വിവരണം കേൾക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുത്തെ സുരക്ഷാ സന്നാഹങ്ങൾ അനുസരിച്ച് വാനരവർഗങ്ങൾക്കുള്ള പ്രത്യേക കഴിവുകൊണ്ടേ അവിടെ പ്രവേശിക്കാനും രാവണവധത്തിന് രാമനെ സഹായിക്കാനും സാധിക്കൂ എന്ന്. അങ്ങനെ പല പല ഗിരികളിലും വനങ്ങളിലുമൊക്കെയായി ദേവന്മാർ അംശരൂപേണ വാനരന്മാരായി പിറന്ന് ഭഗവാന്റെ അവതാരം പ്രതീക്ഷിച്ചുകൊണ്ട് താമസിച്ചു വന്നു. ത്രൈലോക്യ പ്രസിദ്ധനും സത്യപരാക്രമിയുമായ ദശരഥ മഹാരാജാവ് പുത്രരില്ലാത്ത ദുഃഖത്താൽ കുലഗുരുവായ വസിഷ്ഠനെ കണ്ട് സങ്കടമുണർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഋഷ്യശൃംഗനെ കൊണ്ട് സരയൂ നദീതീരത്ത് പുത്രകാമേഷ്ടി യാഗം നടത്തിക്കുന്നു. ഋഷ്യശൃംഗൻ ദശരഥൻ്റെ സ്വന്തം പുത്രിയായ ശാന്തയുടെ പതി കൂടിയാണ്. രോമപാദൻ എന്ന അംഗരാജാവിന് ഈ പുത്രിയെ ദത്തു കൊടുത്തു അത്രേ. അങ്ങനെ ഋഷ്യശൃംഗനെ കൊണ്ട് പുത്രകാമേഷ്ടി യാഗം നടത്തിക്കുന്നു. യാഗാഗ്നിയിൽ നിന്നും അഗ്നിദേവൻ സ്വർണപാത്രത്തിൽ ദിവ്യമായ പായസവുമായി ഉയർന്നു വന്നു. ദേവനിർമ്മിതമായ ഈ പായസം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ദശരഥന് നൽകി അഗ്നിദേവൻ മറഞ്ഞു. രാജാവ് സന്തോഷത്തോടു കൂടി ആ പായസം 2 ഭാഗമായി പകുത്ത് പത്നിമാരായ കൗസല്യയ്ക്കും കൈകേയിക്കും ഓരോ ഭാഗം നൽകി. അവർ തങ്ങൾക്ക് കിട്ടിയതിൻ്റെ ഓരോ പകുതി വീതം 3ാമത്തെ ദശരഥപത്നിയായ സുമിത്രയ്ക്കും നൽകി. അങ്ങനെയാണ് സദ്ഗുണസമ്പന്നർ. 3 രാജ്ഞിമാരും ഗർഭിണികളായി. ദേവസ്ത്രീകളെപ്പോലെ പ്രശോഭിച്ചിരുന്ന ദശരഥപത്നിമാരിൽ കൗസല്യ മേടമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ നവമി ദിവസം കർക്കടക ലഗ്നത്തിൽ 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന മധ്യാഹ്ന സമയം പുണർത നക്ഷത്രത്തിൽ ഒരു അദ്ഭുത ബാലന് ജന്മം നൽകി. ദേവന്മാർ വാദ്യഘോഷങ്ങൾ മുഴക്കുന്നു, പുഷ്പവൃഷ്ടി ചെയ്യുന്നു. അവരുടെ ആഹ്ലാദത്തിന് അതിരില്ല. ജഗദ്രക്ഷിതാവായ തങ്ങളുടെ ദേവൻ അവതരിച്ചിരിക്കുന്നു. സാക്ഷാൽ വിഷ്ണു സ്വരൂപിയായ ദേവനെ തൻ്റെ പുത്രനായി കണ്ട് കൗസല്യ ആനന്ദ കണ്ണീരൊഴുക്കിക്കൊണ്ട് 2 കൈയും കൂപ്പി സ്തുതിക്കുന്നു. ദേവന്മാരുടെ എല്ലാ നിയന്താവും ശംഖചക്രാദി ധരിച്ചവനും നാശരഹിതനും ആദ്യന്തമില്ലാത്തവനും പുരുഷോത്തമനും മനോവാക്കായങ്ങളെക്കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്തവനും എല്ലാ വസ്തുക്കളിലും ഉണ്മയായി വിളങ്ങുന്നവനുമായ അവിടുത്തേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. അങ്ങയുടെ ത്രിഗുണങ്ങളെക്കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. എന്നാൽ അങ്ങ് ഗുണാതീതനുമാണ്. പരമാത്മാവായ ഭഗവാനെ ഗദ്ഗദവാണികളാൽ സ്തുതിച്ച ശേഷം കൗസല്യ പറയുന്നു, ഭഗവാനെ, അലൗകികമായ ഈ വിഷ്ണുസ്വരൂപം എന്നും എന്നിൽ വിളങ്ങണമേ. ഈ ദിവ്യസ്വരൂപത്തെ മറച്ച് കോമളമായ ഒരു ബാലസ്വരൂപത്തെ കൈക്കൊള്ളണമേ. അങ്ങയെ പരിചരിച്ച് ഭക്തിജ്ഞാനങ്ങൾ വളർന്ന് സംഘമുക്തി നേടി ഈ സംസാരസാഗരം കടക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഇതാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന.
ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ അപേക്ഷയനുസരിച്ച് രാവണനെ കൊന്ന് ഭൂമി ഭാരം ഇല്ലാതാക്കാനും നിങ്ങളുടെ തപസ്സിദ്ധി വരുത്തുവാനായിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പുത്രനായി പിറന്നിരിക്കുന്നത്. പൂർവജന്മത്തിൽ കശ്യപനും അതിഥിയുമായ നിങ്ങളുടെ തപസ്സിൻ്റെ ഫലമായിട്ടാണ് എന്നെ ഈ രൂപത്തിൽ കാണാൻ സാധിച്ചത്. നല്ല സുഹൃത്തുക്കൾക്ക് മാത്രമേ എന്നെ ഇങ്ങനെ കാണാൻ സാധ്യമാകൂ. നമ്മൾ തമ്മിലുള്ള ഈ സംവാദം കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവർക്ക് സാരൂപ്യമുക്തി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ആഗ്രഹപ്രകാരം ഒരു സാധാരണ ശിശുവായി കരയാൻ തുടങ്ങി. അടുത്ത ദിവസം പൂയം നക്ഷത്രത്തിൽ കൈകേയി ഒരു സുന്ദര ബാലന് ജന്മം നൽകി. അതിനടുത്ത ദിവസം ആയില്യം നക്ഷത്രത്തിൽ സുമിത്ര 2 കോമള ബാലന്മാരെ പ്രസവിച്ചു. പുത്രന്മാർ ജനിച്ച സന്തോഷത്താൽ രാജാവ് ബ്രാഹ്മണർക്ക് വേണ്ടുവോളം ദാനം നൽകി. വസിഷ്ഠ മഹർഷിയോടൊന്നിച്ച് പുത്രന്മാർക്ക് ജാതകർമ്മങ്ങൾ ചെയ്യിച്ചു. മഹർഷി എല്ലാവരെയും രമിപ്പിക്കുന്ന കൗസല്യതനയൻ രാമനെന്നും ഭരണനിപുണനാകും എന്നതിനാൽ കൈകേയി പുത്രന് ഭരതനെന്നും സർവ്വലക്ഷണങ്ങളും തികഞ്ഞ സുമിത്രയുടെ ഒരു പുത്രന് ലക്ഷ്മണൻ എന്നും ശത്രു നിഗ്രഹത്തിന് നിപുണനായിത്തീരുമെന്ന അർത്ഥത്തിൽ ശത്രുഘ്നൻ എന്നും മറ്റേ പുത്രന് നാമകരണം ചെയ്തു. കോമള ബാലന്മാർ പതുക്കെ പിച്ചവെച്ച് കളിക്കാൻ തുടങ്ങി. രാമനും ലക്ഷ്മണനും എപ്പോഴും ഒന്നിച്ചായിരിക്കും കളിക്കുക. അതുപോലെ ഭരതനും ശത്രുഘ്നനും. കൗസല്യ സുമിത്രയ്ക്ക് കൊടുത്ത പായസാംശ കാരണത്താലാണ് ലക്ഷ്മണൻ ജനിച്ചത്. കൈകേയി സുമിത്രയ്ക്ക് നൽകിയതനുസരിച്ച് ശത്രുഘ്നനും ജനിച്ചു. ഇതുകൊണ്ടാണ് ഇങ്ങനെ ഗാഢമായ മമത അവർ തമ്മിലുണ്ടായത്. ആനന്ദസ്വരൂപരും ജഗത്തിനെ ആനന്ദിപ്പിക്കുന്നവരുമായ 4 മായാബാലന്മാരും ആകർഷണങ്ങളായ ബാലലീലകളെ കൊണ്ട് അച്ഛനമ്മമാരെയും കൊട്ടാര നിവാസികളെയും അയോധ്യാവാസികളെയും രഞ്ജിപ്പിച്ചു. ക്രമേണ ബാലന്മാർ കൗമാരാവസ്ഥയെ പ്രാപിച്ചു. വസിഷ്ഠ മഹർഷി അവരെ ഉപനയിപ്പിച്ച് വേദശാസ്ത്രങ്ങളും ധനുർവിദ്യയും അഭ്യസിപ്പിച്ചു. അവർ അതിൽ അതിവേഗം സമർത്ഥരായി. മായാമനുഷ്യന്മാരായ അവർ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അച്ഛനമ്മമാരെ നമസ്കരിക്കും. പ്രജകളുടെ ആവശ്യങ്ങൾ അന്വേഷിച്ചെറിഞ്ഞ് നിറവേറ്റിക്കൊടുക്കും. ബന്ധുക്കളോടൊന്നിച്ച് ഭക്ഷണം കഴിക്കും. മുനിവര്യന്മാരെ സമീപിച്ച് ധർമ്മശാസ്ത്ര രഹസ്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു വന്നു. കുട്ടികളെ എങ്ങനെ വളർത്തണമെന്നും എങ്ങനെ വളരണമെന്നും ശിഷ്ടാചാരം എങ്ങനെ പാലിക്കണമെന്നും മറ്റുമുള്ള ഉത്തമ ദൃഷ്ടാന്തങ്ങളാണിവയൊക്കെ. അതിനിടെ കുമാരന്മാർ നായാട്ടിന് പോയി ദുഷ്ടമൃഗങ്ങളെ വധിച്ചു കൊണ്ടുവന്ന് അച്ഛന് കാഴ്ചവെക്കും. ക്ഷത്രിയരുടെ വീര്യം വർദ്ധിപ്പിക്കുന്നതാണ് ഈ നായാട്ടും മറ്റും. സർവാത്മാവായ രാമദേവൻ ഇതിനൊക്കെ നേതൃത്വം നൽകി വന്നുവെങ്കിലും പരമാർത്ഥത്തിൽ അദ്ദേഹത്തിന് വികാരങ്ങളോ പരിണാമമോ കർമ്മങ്ങളോ ഇല്ലാത്തവനാണ്. അഹോ, ഭൂതല നിവാസികളുടെ ഭാഗ്യം അതിശയം തന്നെ. ആ അദ്ഭുതമായ മനുഷ്യനെ നമിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണത്തിൻ്റെ സംഗ്രഹം സമ്പൂർണ്ണമാക്കുന്നു. ഹരി ഓം തത്സത്. ജയ് ഗുരു.